ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വിജയകൃഷ്ണ ജ്വല്ലറി പുനലൂർ, പവിത്രം ജ്വല്ലറി പുനലൂർ, പാലിത്ര ഫാഷൻ ജ്വല്ലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP ഫാൻസി ഐറ്റംസ്. ദേവ സ്റ്റാർ ഹോംസ്. ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് പഞ്ചകർമ്മ കോളേജ്. സോറിയാസിസ്, എക്സിമ, മറ്റ് അലർജി രോഗങ്ങൾ എന്നിവയ്ക്ക് ഫലപ്രദമായ ചികിത്സ. വർഷങ്ങളായി ദുബൈയിലായിരുന്നു ജോലി. അവിടെ വെച്ച് സോറിയാസിസ് എന്ന അസുഖം പിടിപെട്ടു. 4 വർഷം ഇംഗ്ലീഷ് ചികിത്സയായിരുന്നു. മാറാതെ വന്നപ്പോൾ നേരെ ഞാൻ കേരളത്തിൽ വന്നു. പത്തനാപുരത്തുള്ള ഒരു ഡോക്ടർ, ശീല എന്ന് പറയുന്നു ഡോക്ടറെ ഉണ്ടെന്നറിയാം. ആ ഡോക്ടറിലേക്ക് പോയി കാണിക്കുക. ഡോക്ടർ അസുഖം മാറ്റിത്തരാമെന്ന് പറയുകയും അങ്ങനെ ഡോക്ടർ 2 മാസത്തെ ചികിത്സ കൊണ്ട് എൻ്റെ അസുഖം മാറുകയും തിരിച്ച് ഞാൻ ദുബായി പോവുകയും ചെയ്തു. ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് പഞ്ചകർമ്മ കോളേജ്, വ്യാപാര ഭവൻ, ടൗൺ, മുസ്ലിം പള്ളിക്ക് സമീപം, പത്തനാപുരം. സുവർണാവസരം, സുവർണാവസരം! BIS ഹോൾമാർക്ക് ആഭരണങ്ങൾ ഏറ്റവും ആദായകരമായി സ്വന്തമാക്കാൻ സുവർണാവസരം. പുനലൂർ ഇടിമണിക്കൽ ജ്വല്ലറിയിൽ ഗ്രാമിന് 100 രൂപ വിലക്കുറവ് നൽകുന്നു. ഏറ്റവും ഫാഷനബിൾ ആഭരണങ്ങൾ അണിഞ്ഞ് മിന്നിത്തിളങ്ങാൻ സുവർണാവസരം. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ വില വ്യത്യാസമില്ലാതെ ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറിലൂടെ ഇടിമണിക്കൽ ജ്വല്ലറിയുടെ BIS 916 ഹോൾമാർക്ക് സ്വർണവുമായി മാറ്റി വാങ്ങാം. പുനലൂർ ഇടിമണിക്കൽ ജ്വല്ലറിയിൽ ഗ്രാമിന് 100 രൂപ വിലക്കുറവ് നൽകുന്നു. ഈ ഓഫർ മെയ് 15 വരെ മാത്രം. ഏവർക്കും സ്വാഗതം. സ്വർണം വാങ്ങുന്നെങ്കിൽ ഇടിമണിക്കൽ സ്വർണം തന്നെ വാങ്ങൂ, അതാ ബുദ്ധി. ഇടിമണിക്കൽ ഫാഷൻ ജ്വല്ലറി, പുനലൂർ, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കൂട്ടുതറ, ചിറ്റാർ, റാന്നി. പാരാമെഡിക്കൽ കോഴ്സുകൾ. കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗീകാരമുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾ. ഈ കാലഘട്ടത്തിൽ ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും ഏറ്റവും അധികം തൊഴിൽ അവസരങ്ങളുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾ. സ്കാനിംഗ്, റേഡിയോഗ്രാഫി, എക്സ്റേ ടെക്നീഷ്യൻ, ECG ടെക്നീഷ്യൻ, മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ, നഴ്സിംഗ് മുതലായ കോഴ്സുകൾ. കഴിഞ്ഞ 25 ബാച്ചുകളിൽ 100% വിജയവുമായി ജില്ലയിലെ ആദ്യത്തെ പാരാമെഡിക്കൽ സ്ഥാപനം. ജില്ലയിൽ ഏറ്റവും അധികം വിദ്യാർത്ഥികൾ പഠനം പൂർത്തിയാക്കിയ സ്ഥാപനം. പഠിച്ചിറങ്ങിയ 100 കണക്കിന് വിദ്യാർത്ഥികൾ വിദേശ രാജ്യങ്ങളിലും ഭാരതത്തിലും മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ ഉയർന്ന ശമ്പളത്തിൽ ജോലി ചെയ്യുന്നു. മിതമായ ഫീസ് നിരക്കുകൾ തവണകളായി അടയ്ക്കാം. സാമ്പത്തിക പിന്നോക്കക്കാർക്ക് ഫീസ് ഇളവുകൾ. ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയും ദീർഘവർഷങ്ങളിലെ പരിചയസമ്പത്തുമുള്ള അധ്യാപകർ നയിക്കുന്ന ക്ലാസുകൾ. സമ്പൂർണ്ണ പ്രാക്ടിക്കൽ സൗകര്യം. കോഴ്സ് പൂർത്തിയാക്കിയാൽ പിന്നീട് ട്രെയിനിംഗ് ആവശ്യമില്ലാതെ നേരിട്ട് ജോലിയിൽ പ്രവേശിക്കാം. ബസ് യാത്രാ കൺസെഷൻ. കൊട്ടാരക്കരയിലും പുനലൂരിലും ക്ലാസുകൾ. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യം. അഡ്മിഷൻ തുടരുന്നു. റെഡ് ക്രോസ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. വിശദ വിവരങ്ങൾക്കും പ്രോസ്പെക്ടസിനും റെഡ് ക്രോസ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. ഫോൺ 0474 245 3939. കിങ്സ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, പുനലൂർ. ഫോൺ 0475 222 4088. മൊബൈൽ 9447 255 870, 9447 255 871. വസ്ത്രവൈവിധ്യത്തിന്റെ പുതുപുത്തൻ കളക്ഷനുമായി 14,000 സ്ക്വയർ ഫീറ്റിലേക്ക് പുനലൂർ രാധാസിന്റെ നവീകരിച്ച ഷോറൂം. DH ഓട്ടോ, MCR, സീറോ, ലൂയിസ് ഫിലിപ്പ്, പീറ്റർ ഇംഗ്ലണ്ട്, വാൻ ഹുസൈൻ തുടങ്ങി എല്ലാവിധ ബ്രാൻഡഡ് മെൻസ് വെയറുകളുടെയും വിപുലമായ ശേഖരം. ചുരിദാറുകൾ, ലാച്ച, ഗൌണുകൾ, കിഡ്സ് വെയർ എന്നിവയ്ക്കായി വിശാലമായ പുതിയ ഷോറൂം. വൈവിധ്യമാർന്ന ദുപ്പട്ടകൾക്കായി പ്രത്യേക വിഭാഗം. വിവാഹ പാർട്ടികൾക്കായി പുതുപുത്തൻ കളക്ഷനും പ്രത്യേക സെക്ഷനും. നിങ്ങളുടെ വസ്ത്ര സങ്കല്പങ്ങൾക്ക് പൂർണ്ണത നൽകുവാൻ പുനലൂർ രാധാസ്, ചൗക്ക് റോഡ്, പുനലൂർ. ഫോൺ 0475 222 8650. പ്രസിഡൻസി കോളേജ് കോമേഴ്സ് ക്ലാസുകൾക്ക് മാത്രമായി പുനലൂർ പട്ടണത്തിൽ പ്രവർത്തിക്കുന്ന ഏക സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനമാണ് പ്രസിഡൻസി കോളേജ്. പുനലൂരിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ ആദ്യമായി കേരള യൂണിവേഴ്സിറ്റി BCom പരീക്ഷയിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയ പ്രസിഡൻസി കോളേജ് +2, BCom, MCom പരീക്ഷകളിൽ ഉന്നത വിജയം ഉറപ്പു നൽകുന്നു. ഓപ്പൺ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് യൂണിഫോം ഞങ്ങളുടെ പ്രത്യേകതയാണ്. തുടർച്ചയായി യൂണിറ്റ് ടെസ്റ്റും മോഡൽ പരീക്ഷകളും അധ്യാപക രക്ഷാകർതൃ സമ്മേളനവും നടത്തിവരുന്നു. ഞങ്ങളുടെ ക്ലാസുകൾ +1, +2, ട്യൂഷൻ ആൻഡ് ഓപ്പൺ സ്കൂൾ, BCom, MCom, MBA, ട്യൂഷൻ ആൻഡ് പാരലൽ.
പ്രസിഡൻസി കോളേജ് ഗവൺമെന്റ് ഹൈസ്കൂളിന് എതിർവശം MJ ആർക്കേഡ് പുനലൂർ. ഫോൺ 9447154898. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സുരേഷ് കുമാർ. പ്രധാന വാർത്തകൾ. കൃത്യമായി ജോലിക്ക് ഹാജരാകാതിരുന്ന ഡോക്ടറെ ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും ചേർന്ന് തടഞ്ഞുവെച്ചു. അച്ചൻകോവിൽ പ്രൈമറി ഹെൽത്ത് സെന്ററിലെ ഡോക്ടറെയാണ് തടഞ്ഞുവെച്ചത്. അഞ്ചലിൽ 40 ലക്ഷം മുടക്കി നിർമ്മിച്ച മത്സ്യവിപണന കേന്ദ്രം പൂട്ടി. പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. LDF സർക്കാർ സമസ്ത മേഖലകളിലും പരാജയമെന്ന DCC പ്രസിഡന്റ് ബിന്ദു കൃഷ്ണ. പത്തനാപുരത്ത് നടന്ന രാഷ്ട്രീയ വിശദീകരണ യോഗത്തിലാണ് DCC പ്രസിഡന്റ് ആരോപണം ഉന്നയിച്ചത്. വാർത്തകൾ വിശദമായി. അച്ചൻകോവിലിൽ പ്രൈമറി ഹെൽത്ത് സെന്ററിലെ ഡോക്ടറെ ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും ചേർന്ന് തടഞ്ഞുവെച്ചു. കൃത്യമായി ജോലിക്ക് ഹാജരാകാതിരുന്നതിനെ തുടർന്നാണ് ഡോക്ടറെ തടഞ്ഞുവെച്ചത്. അച്ചൻകോവിൽ പ്രൈമറി ഹെൽത്ത് സെന്ററിലെ ഡോക്ടർ ഹാംലെറ്റിനെയാണ് ശനിയാഴ്ച ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും ചേർന്ന് തടഞ്ഞുവെച്ചത്. ഡോക്ടർ കൃത്യമായി ജോലിക്ക് ഹാജരാകുന്നില്ല എന്നാരോപിച്ചായിരുന്നു സമരം. പകർച്ചപ്പനി ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ ഡോക്ടർ കൃത്യമായി ജോലിക്ക് ഹാജരാകാത്തത് പ്രദേശവാസികളെ ഏറെ ദുരിതത്തിലാക്കിയിരുന്നു. ആഴ്ചയിൽ 1-2 ദിവസം മാത്രം ജോലിക്കെത്തുന്ന ഡോക്ടർ മണിക്കൂറുകൾക്കകം ഇവിടെ നിന്നും പോകുന്നതായും സമരക്കാർ ആരോപിച്ചു. ആഴ്ചയിൽ 2 മണിക്കൂർ മാത്രം സേവനം നടത്തുകയും മാസത്തിൽ 8 മണിക്കൂർ മുഴുവൻ സേവനം നടത്തിക്കൊണ്ട് 1 മാസത്തെ ശമ്പളം കൈപ്പറ്റുകയാണ്. ദാർഢ്യപരമായ രീതിയിലാണ് അദ്ദേഹം ഇടപെടുന്നത്. ഇത്രയും 12ഓളം ഡെങ്കിപ്പനികളും ഈ മലയോര മേഖലകളിൽ പനി പടർന്നു പിടിച്ചിട്ടും യാതൊരുവിധ നടപടികൾ എടുക്കുന്നതിന് ഡോക്ടർ കഴിഞ്ഞിട്ടില്ല ഇവിടെ സേവനം അനുഷ്ഠിക്കുന്നതിന്. അപ്പോൾ ഈ ജനങ്ങളുടെ ഈ പ്രദേശത്തെ രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകർ ഒരു പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് ഈ ഡോക്ടറെ ഇനി ഈ നാടിന് ആവശ്യമില്ല എന്നും ഇദ്ദേഹത്തിനെതിരെ വകുപ്പ് തലത്തിൽ നിന്നും മന്ത്രി തന്നെ ഇടപെട്ടുകൊണ്ട് കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കേണ്ടത് അനിവാര്യമാണ്. ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് ബാബു, സാനു ധർമ്മരാജ്, പ്രസാദ് P. നായർ, ഗോവർദ്ധനൻ, ബിജുലാൽ പാലസ്, ജോസ്, ഗീത എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. ഞങ്ങൾക്ക് ആകെയുള്ള ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് ആശുപത്രിയിൽ എത്താനുള്ളത് 1990-91 കാലഘട്ടത്തിൽ അച്ചൻകോവിൽ അനുവദിച്ചുള്ള ഈ PHC ആണ്. ഇവിടെ ധാരാളം ഡോക്ടർമാരെ ഇവിടെ സേവനം അനുഷ്ഠിച്ചു പോയിട്ടുള്ളതും ഈ സ്ഥാപനം തുറന്ന് പ്രവർത്തിച്ചിട്ടുള്ളതാണ്. കഴിഞ്ഞ കുറെ കാലമായി ഇവിടെ ഡ്യൂട്ടിയിലുള്ള ഹാംലെറ്റ് എന്ന് പറയുന്ന ഡോക്ടർ ഈ പ്രദേശത്ത് വരാറില്ല. ആഴ്ചയിൽ 1 ദിവസം വന്നിട്ട് പോകുന്നൊരു സാഹചര്യമാണ് ഈ പ്രദേശത്തുള്ളത്. ഇന്നത്തെ സ്ഥിതിയിൽ ഒരു തരത്തിലും ഈ പ്രദേശത്ത് ഞങ്ങൾക്ക് അനുവദിച്ചു കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഇന്ന് രാവിലെ ഈ ആഴ്ചയിൽ ഇന്നാ വരുന്നത്. ഇവിടെ വന്നപ്പോഴേ ഞങ്ങൾ പ്രദേശത്തെ പൊതുപ്രവർത്തകരും ജനപ്രതിനിധികളടക്കമുള്ളവര് അദ്ദേഹത്തെ ഇവിടെ തടഞ്ഞു വെക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. ഇവിടെ ബന്ധപ്പെട്ട കളക്ടർ അടക്കമുള്ള ഈ പ്രദേശത്ത് വന്ന സമയത്തും അദ്ദേഹം ഇവിടെ ഡ്യൂട്ടിയിലില്ല. വരുന്ന ദിവസം 30 ദിവസവും ജോലി ചെയ്യുന്ന പണ്ട് ഹാജരിട്ട് പോകുന്നൊരു സാഹചര്യം 30 ദിവസം ശമ്പളം വാങ്ങിക്കുന്നുണ്ട്. 2 കളക്ടർമാർ ഈ പ്രദേശത്ത്, അസിസ്റ്റന്റ് കളക്ടർമാർ ഇവിടെ വന്നു. ഇവരൊക്കെ വരുമ്പോഴും ഈ ആശുപത്രിയിലെ ഈ പ്രദേശത്തുകാരിയായുള്ള ഒരു ആദിവാസി PTS ആയിട്ടുള്ളത് കൊണ്ട് അതിവിടെ തുറന്ന് കിടക്കുന്ന ഒരവസ്ഥയാണുള്ളത്. ആർക്കും വേണ്ടാത്തൊരു ഡോക്ടർ അദ്ദേഹം എന്തോ ആയിരിക്കും, ഞാൻ കരേണ്ട കാര്യമില്ല. അത് ഈ ഒറ്റപ്പെട്ട പ്രദേശത്ത് കൊണ്ട് സ്ഥാപിച്ചുകൊണ്ട് ഈ പ്രദേശത്ത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അവിടെ ഭരണസാധ്യത ഉപയോഗിച്ചൊക്കെയാണ് അത് പറഞ്ഞ് എന്നെ ആരും ഒന്നും ചെയ്യാനില്ലാത്ത തരത്തിലുള്ള സംഭാഷണങ്ങൾ നടക്കുന്നു. വരുന്ന രോഗികളുടെ വളരെ മോശമായി പെരുമാറുന്നു. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം ഈ പ്രദേശത്ത് നിലനിൽക്കുന്നതാണ് ഇത്തരത്തില് ഒരു സാഹചര്യത്തിൽ ഞങ്ങളെ പ്രേരിപ്പിച്ചത്. തെന്മല SI രാകേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി സമരക്കാരുമായി ചർച്ച നടത്തി. എന്നാൽ തങ്ങൾക്ക് യാതൊരു ചികിത്സാ സൌകര്യവും നൽകാത്ത ഇത്തരത്തിലൊരു ഡോക്ടറെ ആവശ്യമില്ലെന്നായിരുന്നു സമരക്കാരുടെ നിലപാട്. തുടർന്ന് SI ഫോണിൽ ജില്ലാ മെഡിക്കൽ ഓഫീസറുമായി ചർച്ച നടത്തി. ഡോക്ടറെ ഇതിനോടകം സ്ഥലം മാറ്റിയിട്ടുണ്ടെന്നും പകരം ഡോക്ടറെ ഉടൻ നിയമിക്കുമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ ഉറപ്പു നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സമരം അവസാനിപ്പിച്ചത്. ഇവിടെ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറോടും അതോടൊപ്പം തന്നെ മന്ത്രി അടക്കമുള്ള കാര്യങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. DMOയുടെ നിർദ്ദേശം അഭിപ്രായം അദ്ദേഹത്തെ ഇവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്യാനുള്ള നടപടി സ്വീകരിച്ചെന്നാണ്. അടിയന്തരമായി അടുത്ത ഡോക്ടറെ പോസ്റ്റ് ചെയ്യുന്ന നടപടി എത്രയും പെട്ടെന്ന് സ്വീകരിക്കുന്നുള്ള ഉറപ്പിന്മേലാണ് ഞങ്ങൾ ഇപ്പോൾ തിരിഞ്ഞു പോകുന്നത്. ലൈവ് വാർത്ത, ആര്യങ്കാവ്. അച്ചൻകോവിൽ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ യാതൊരു ചികിത്സാ സൌകര്യവും നൽകിയിരുന്നില്ലെന്ന് പ്രദേശവാസികൾ. കൃത്യമായി മരുന്നുകൾ വിതരണം ചെയ്യാൻ പോലും ഡോക്ടർ തയ്യാറായിരുന്നില്ലെന്നും ഇവർ ആരോപിക്കുന്നു.
700-ൽ പരം ആദിവാസി അംഗങ്ങൾ ഉൾപ്പെടെ 5000-ഓളം ആളുകളാണ് അച്ചൻകോവിൽ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തെ ആശ്രയിക്കുന്നത്. പകർച്ചപ്പനി ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുമ്പോഴും പ്രദേശവാസികൾക്ക് മതിയായ ചികിത്സാ സൗകര്യം ഇവിടെ നിന്നും ലഭിക്കുന്നില്ലെന്നാണ് ഉയരുന്ന പരാതി. കൃത്യമായി ചികിത്സിക്കാനോ മരുന്നുകൾ നൽകാനോ ഡോക്ടർ തയ്യാറാകുന്നില്ലത്രേ. അതുകൊണ്ട് തന്നെ പലപ്പോഴും പ്രദേശവാസികൾക്ക് പുനലൂർ താലൂക്ക് ആശുപത്രിയെയോ ചെങ്കോട്ട സർക്കാർ ആശുപത്രിയെയോ ആശ്രയിക്കേണ്ട അവസ്ഥയാണ്. നിലവിൽ ഇവിടെ ഡോക്ടറായിരുന്ന ഹാംലെറ്റ് പ്രദേശവാസികളോട് അപമര്യാദയായി പെരുമാറുന്നതായും പരാതി ഉയർന്നിരുന്നു. വല്ലപ്പോഴുമാണ് ഇയാൾ വരിക. ആഴ്ചയിൽ ഒരു ദിവസം വരും. ശനിയാഴ്ച മാത്രം വരും. ഒരു 10 മണിക്ക് വരും. 11 മണിയാകുമ്പോൾ ഇവിടെ പോവുകയാണ്. പക്ഷെ രോഗികൾ ഇവിടെ കിടക്കുന്ന ഒരുമാതിരി എല്ലാം പാവപ്പെട്ട രോഗികൾ. എല്ലാവരും തന്നെ ഈ ആശുപത്രിയില്ല. പക്ഷെ ഇദ്ദേഹം പകരം വേറെ ഡോക്ടറുണ്ട്. അവർ 3 ദിവസം ഇവിടെ വരുന്നുണ്ട്. അന്നേരം ഈ ഇടയ്ക്കും കണ്ട് അവർ വന്നപ്പം അവരുടെ അറ്റൻഡൻസ് മൊത്തം ഇദ്ദേഹം വെട്ടിക്കളയുകയും അവരെ ഭയങ്കര വരട്ടി അവരെ ഇങ്ങോട്ട് നീ ഇവിടെ ജോലി ചെയ്യത്തില്ലെന്ന് പറഞ്ഞാൽ അവരെ വരട്ടുകയൊക്കെ ചെയ്ത്. അങ്ങനെ അവർ പിന്നെ ഇവിടെ വന്ന് പരാതിയൊക്കെ പറയാൻ ഞങ്ങൾ ഇങ്ങോട്ട് ഇങ്ങനെയാണെങ്കിൽ ഇയാളെ കീഴിൽ ജോലിക്ക് വരുന്നില്ല എന്നൊക്കെ പറഞ്ഞു. വേറെ ഒരു പെൺകുട്ടിയാണ് വരുന്നത്. ഈ ഇടയ്ക്ക് അവർ ആ ഡോക്ടറിന് പകരം ആ പെൺകുട്ടിയുടെ പാപ്പ എല്ലാം കൂടെ അവിടെ കൊണ്ടുവന്നത് ഇവിടെ ഇയാളെ പേടിച്ച്. ഇയാളങ്ങനെ വരുന്ന ഡോക്ടറെ വരാൻ സമ്മതിക്കുന്നത് ഇയാളോട്ട് വരത്തുമില്ല. ഇയാൾ വന്നാൽ 10 മണിയാകുമ്പം വരും. 1 മണിയാകുമ്പോഴത്തേക്ക് ഇയാളങ്ങ് പോവുകയും ചെയ്യും. ഇയാൾ ഒരു നോർമലായ ലക്ഷണമൊന്നുമല്ല ഡോക്ടർ. സംസാരത്തിലൊക്കെ അത്ര ഇതൊന്നുമല്ല, നോർമലൊന്നും അല്ല ആശാൻ. എന്തോ ഒരു കുറവുള്ളതിൻ്റെ കൂടെ ഇദ്ദേഹത്തിന് സംസാരവും മറ്റുള്ള രീതികളും അല്ല. ചികിത്സയ്ക്ക് വരുന്ന രോഗിയുടെ മുന്നേ പെട്ടെന്ന് വയലന്റ് ആവുക, അവരടുത്ത് ചാടിക്കയറുക, ഇതൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ പരിപാടി. പനിയായിരുന്നു ആരംഭിച്ച്. ഇവിടെ വന്ന് ഞാൻ പിറ്റേന്ന് മരുന്നിന് വന്നു. ഇയാൾ അന്നേരം എൻ്റെ തുറഞ്ഞ് ഇവിടെ മരുന്നുമില്ല, ഗുളികയില്ലെന്ന്. അതിൻ്റെ അന്ന് വന്ന ഷുഗറിന് എനിക്ക് 500 ഷുഗറിൻ്റെ ഗുളിയോടെ വന്നിരുന്നിട്ട് എടുത്തു തന്നില്ല. അവർ പെണ്ണുണ്ട്, ആ പെണ്ണ് വരെ തന്നില്ല ഗുളിക. വേറൊരു കൊല്ലക്കാരി പെണ്ണ് വന്നാൽ എനിക്കണ്ട ഞാൻ മേടിച്ചിട്ട് ബുക്കിനകത്ത് കിടപ്പുണ്ട്. എന്നെ 4-ാം ദിവസം എന്നെ പൊല്ലു കൊണ്ടുപോയി മരുന്ന് മേടിച്ചത്. ചെങ്കോട്ട കൊണ്ട് 4000 രൂപ ചിലവാക്കി. ഇവിടെ വന്നിട്ട് എന്തോ സീരിയസ് ചെയ്യുന്നത് മനുഷ്യന്. ഇവിടെ ഇപ്പം ഇയാളെടുത്ത വേല ഇങ്ങനെയൊക്കെ പറയുന്നത്. അതിൽ ഒരു മരുന്ന് കൊടുക്കുന്ന പെണ്ണുണ്ട്. ആ പെണ്ണും 6 മാസത്തേക്കെന്ന് പറഞ്ഞു വന്ന പെണ്ണും മരുന്ന് തരത്തില്ല. ഗുളിക ചെയ്താൽ അവർക്ക് മുഴുങ്ങി തിന്നാന്ന് ഈ ഷുഗറിൻ്റെ ഗുളിയൊക്കെ വെച്ചേക്കുന്നത്. അവിടെ എൻ്റെ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്, ഞാൻ മേടിച്ചില്ല. അന്നേരം ഇവിടെ മരുന്നില്ല, ഷുഗർ നോക്കുന്നില്ല. അയാളെടുത്താലുണ്ട് ഇവിടെ മരുന്നും കുന്തോന്നും ഇല്ല, ഇവിടെ ഡാക്ടറൊന്നും വന്നല്ല. അങ്ങൾ പോകുന്നു. അയാൾ അന്നേരം കയറിപ്പോയി 1 മണിയായപ്പം. ആ പെണ്ണാണെങ്കിൽ ആ ഗുളിക ഇവിടെ കൊണ്ടിറക്കിയ ഗുളിയാ കൊണ്ട് ഇറക്കി ഇവിടെ എല്ലാം വെച്ച ഗുളിക അടിച്ച് അവർക്ക് തരാൻ വയ്യ. ഷുഗർ അങ്ങനെ കുറയും. ആ ഗുളിക തന്നെങ്കിലേ ഞാൻ ഷുഗർ കുറയും. NRHM വഴി ഒരു ഡോക്ടറെ ഇവിടെ നിയമിച്ചിരുന്നെങ്കിലും അവരുടെയും സേവനം കൃത്യമായി ലഭ്യമായിരുന്നില്ല. ലൈവ് വാർത്ത ആര്യങ്കാവ്. പാലരുവിയിലേക്ക് സ്വകാര്യ വാഹനങ്ങളെ കടത്തിവിടണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ ചെക്ക് പോസ്റ്റ് ഉപരോധിച്ചു. ഉപരോധ സമരം CPM പുനലൂർ ഏരിയ സെക്രട്ടറി S. ബിജു ഉദ്ഘാടനം ചെയ്തു. നിലവിൽ പാലരുവിയിലേക്ക് 2 ബസ്സുകൾ മാത്രമാണ് വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ സർവീസ് നടത്തുന്നത്. സഞ്ചാരികൾക്ക് ഇതുമൂലം പാലരുവിയിലെത്താൻ പലപ്പോഴും കഴിയുന്നില്ല. മതിയായ യാത്രാ സൗകര്യങ്ങൾക്കായി സ്വകാര്യ വാഹനങ്ങളിൽ സഞ്ചാരികളെ കടത്തിവിടണമെന്നായിരുന്നു ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ ആവശ്യം. ശനിയാഴ്ച രാവിലെ 9-ന് ആരംഭിച്ച സമരം 10:30 അവസാനിച്ചു. ഉന്നത വനപാലകരുമായി ഫോണിൽ ബന്ധപ്പെട്ടതിനെ തുടർന്ന് അടുത്തയാഴ്ച ഡിവൈഎഫ്ഐ പ്രവർത്തകരെ ചർച്ചയ്ക്ക് വിളിക്കാമെന്ന് അറിയിച്ചതോടെയാണ് സമരം അവസാനിച്ചത്. CPM പുനലൂർ ഏരിയ സെക്രട്ടറി S. ബിജു സമരം ഉദ്ഘാടനം ചെയ്തു. ഈ പ്രക്ഷോഭവും സമരവും ഒത്തുതീർപ്പാക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാകാത്ത പക്ഷം അതിശക്തമായിട്ടുള്ള ബഹുജന പ്രക്ഷോഭത്തിന് CPIM ഡിവൈഎഫ്ഐയും നേതൃത്വം നൽകും എന്നുള്ളത് ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഒപ്പം ഈ സമരവുമായി ബന്ധപ്പെട്ട് ഫോറസ്റ്റിന്റെ ഉദ്യോഗസ്ഥന്മാർ സമരസമിതിയുടെ ഭാരവാഹികളെ ടെലിഫോണിൽ വിളിച്ചിരുന്നു. ബുധനാഴ്ച DFOയുടെ ഓഫീസിൽ ഇത് സംബന്ധിച്ച ഡിവൈഎഫ്ഐ നേതാക്കന്മാരുമായും തദ്ദേശവാസികളുമായി ചർച്ചയ്ക്ക് തയ്യാറാണ്. ചർച്ച ചെയ്ത് ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താം എന്ന് അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട്. ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് സന്തോഷ് അധ്യക്ഷനായി. ബ്ലോക്ക് സെക്രട്ടറി പ്രേം സിംഗ് സ്വാഗതം പറഞ്ഞു. ഡിവൈഎഫ്ഐ ജില്ലാ വൈസ് പ്രസിഡന്റ് ഷൈൻ ദീപു, ജില്ലാ കമ്മിറ്റി അംഗം ശരൺ ശശി, ഡിവൈഎഫ്ഐ ബ്ലോക്ക് ട്രഷറർ SN രാജേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുനിത, CPM ലോക്കൽ സെക്രട്ടറി മത്തായി, ആര്യങ്കാവ് മേഖലാ സെക്രട്ടറി സന്തോഷ്, ആര്യങ്കാവ് മേഖലാ പ്രസിഡന്റ് പ്രശാന്ത്, ശ്യാം, സനേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ആര്യങ്കാവ്.
പത്തനാപുരം ഗ്രാമപഞ്ചായത്തിലെ മലയോര മേഖലയായ മാങ്കോട് മാവേലി സ്റ്റോർ അനുവദിക്കുമെന്ന് ഭക്ഷ്യവകുപ്പ് മന്ത്രി പി തിലോത്തമൻ ഉറപ്പു നൽകി. CPI പ്രവർത്തകർ നൽകിയ നിവേദനത്തെ തുടർന്നാണ് മന്ത്രി ഉറപ്പു നൽകിയത്. മാങ്കോട്ട് മാവേലി സ്റ്റോർ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് പത്തനാപുരത്തെ CPI പ്രവർത്തകർ വകുപ്പ് മന്ത്രിക്ക് നിവേദനം നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് മാവേലി സ്റ്റോർ അനുവദിക്കുമെന്ന് മന്ത്രി ഉറപ്പു നൽകിയത്. സെക്രട്ടേറിയറ്റിലെത്തിയാണ് CPI പ്രവർത്തകർ മന്ത്രിയെ കണ്ട് നിവേദനം സമർപ്പിച്ചത്. ഓണത്തിനു മുമ്പ് തന്നെ മാവേലി സ്റ്റോർ അനുവദിക്കുമെന്ന് മന്ത്രി ഉറപ്പു നൽകി. പത്തനംതിട്ട ജില്ലയുടെ അതിർത്തി പ്രദേശമായ മാങ്കോട് പ്രദേശത്തെ മാവേലി സ്റ്റോർ അനുവദിക്കുന്നത് തോട്ടം തൊഴിലാളികൾക്കും കർഷക തൊഴിലാളികൾക്കും ഏറെ പ്രയോജനപ്പെടുമെന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് എസ് വേണുഗോപാൽ പറഞ്ഞു. മാങ്കോട് ആസ്ഥാനമായുള്ള മാവേലി സ്റ്റോർ അനുവദിക്കാനുള്ള നടപടി പൂർത്തീകരിക്കാമെന്നാണ് അദ്ദേഹം ഉറപ്പ് നൽകുന്നത്. തീർച്ചയായും മാങ്കോടിനെ സംബന്ധിച്ച് അതിൻ്റെ വികസനത്തിൻ്റെ കാര്യത്തിൽ പ്രധാനപ്പെട്ട ഒരു ചുവടുവയ്പായി മാങ്കോട്ടെ മാവേലി സ്റ്റോർ മാറാൻ പോവുകയാണ്. CPI പത്തനാപുരം മണ്ഡലം സെക്രട്ടറി M ജിയാസുദ്ദീൻ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി K അശോകൻ നായർ, മാങ്കോട് വാർഡ് മെമ്പർ KP രാജു എന്നിവരും മന്ത്രിക്ക് നിവേദനം നൽകാൻ എത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ പത്തനാപുരം. അഞ്ചൽ ചന്തമുക്കിൽ 40 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ മത്സ്യവിപണന കേന്ദ്രത്തിന്റെ ഔട്ട്ലെറ്റ് അടച്ചതോടെ പദ്ധതി പാഴായി. പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. ഫിഷറീസ് വകുപ്പിന്റെ സഹായത്തോടെ അഞ്ചൽ ചന്തമുക്കിലെ മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ സ്ഥാപിച്ച മത്സ്യവിപണന കേന്ദ്രത്തിന്റെ ഔട്ട്ലെറ്റാണ് ഒരു വിഭാഗം രാഷ്ട്രീയ നേതാക്കളുടെ എതിർപ്പിനെ തുടർന്ന് അടച്ചിട്ടിരിക്കുന്നത്. ജില്ലയിൽ ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്ന മാർക്കറ്റുകളിലൊന്നാണ് അഞ്ചലിലേത്. സമീപ പ്രദേശങ്ങളിൽ നിന്ന് പോലും ആയിരക്കണക്കിന് പേരാണ് ബുധൻ ശനി ദിവസങ്ങളിൽ നടക്കുന്ന ചന്ത വിപണിയിൽ നിന്നും സാധനങ്ങൾ വാങ്ങാനെത്തുന്നത്. എന്നാൽ മാർക്കറ്റിനുള്ളിലെ മത്സ്യവ്യാപാരം ഏറെ വൃത്തിഹീനമായ അവസ്ഥയിലാണെന്നത് മാർക്കറ്റിലെത്തുന്നവർക്കും കച്ചവടക്കാർക്കും ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു. അസഹനീയമായ ദുർഗന്ധത്തെ തുടർന്ന് മത്സ്യവ്യാപാരത്തിന് ശാശ്വത പരിഹാരം കണ്ടെത്തുക എന്ന ആശയം ഉൾക്കൊണ്ടാണ് അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി മത്സ്യവിപണന കേന്ദ്രം എന്ന ആശയവുമായി മുന്നോട്ട് വന്നത്. വിഷയം പഞ്ചായത്ത് ഭരണസമിതിയുടെ യോഗത്തിൽ അവതരിപ്പിച്ച് പാസാക്കി. തുടർന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ ഫിഷറീസ് വകുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥലം വിട്ടു നൽകിയാൽ ഫ്രീസർ സംവിധാനത്തോടെയുള്ള മത്സ്യവിപണന ഔട്ട്ലെറ്റ് സ്ഥാപിക്കാൻ തയ്യാറാണെന്ന് ഫിഷറീസ് വകുപ്പ് അറിയിച്ചു. സ്ഥലത്തിനുവേണ്ടി മാസങ്ങൾ നീണ്ട തെരച്ചിലിനൊടുവിൽ ചന്തമുക്കിലെ മിനി സിവിൽ സ്റ്റേഷന്റെ പ്രവേശന കവാടത്തോട് ചേർന്നുള്ള 1 സെന്റ് സ്ഥലം വിട്ടു നൽകാൻ ഭരണസമിതി യോഗം തീരുമാനിച്ചു. വിവരം ഫിഷറീസ് വകുപ്പിനെ അറിയിച്ചതനുസരിച്ച് 2 മാസത്തിനുള്ളിൽ പുതിയ ഫ്രീസർ ഔട്ട്ലെറ്റും ഇവിടെ സ്ഥാപിച്ചു. തുടർന്ന് ഗ്രാമപഞ്ചായത്ത് ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ് നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ KSCB വൈദ്യുതി കണക്ഷൻ നൽകി. ഔട്ട്ലെറ്റിന്റെ ഉദ്ഘാടനം നടത്തി വിപണനം ആരംഭിക്കാനുള്ള നടപടി മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. ഫിഷറീസ് ബാങ്കിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയപ്പോഴാണ് ചില രാഷ്ട്രീയ നേതാക്കൾ എതിർപ്പുമായി രംഗത്തെത്തിയത്. 40 ലക്ഷം രൂപ ചെലവഴിച്ച് മാസങ്ങൾ നീണ്ട നടപടിക്രമങ്ങൾക്കൊടുവിൽ പൂർത്തിയാക്കിയ പദ്ധതി പ്രയോജനപ്പെടുത്താനാകാതെ നശിക്കുകയാണ്. ഇതിനെതിരെ പൊതുപ്രവർത്തകരും പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടില്ലെന്നതും ചില നേതാക്കൾക്ക് അനുഗ്രഹമാണ്. പഞ്ചായത്തിലെ ജനപ്രതിനിധികൾ സ്വന്തം രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്ക് വേണ്ടി വിവിധ പദ്ധതികൾ പാതി വഴിയിൽ ഉപേക്ഷിക്കുന്നത് മൂലം ഓരോ ഭരണകാലയളവിലും കോടികളുടെ നഷ്ടമാണ് ഉണ്ടാകുന്നത്. ചന്തമുക്കിലെ ഫിഷറീസ് ബാങ്ക് പ്രവർത്തനക്ഷമമായാൽ മാർക്കറ്റിനുള്ളിലെ ദുർഗന്ധത്തിന് ഒരു പരിധിവരെ പരിഹാരം കണ്ടെത്തുന്നതിനോടൊപ്പം അഞ്ചലിലെത്തുന്നവർക്ക് നല്ല മത്സ്യം വാങ്ങാനുള്ള അവസരവും ലഭിക്കും. ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ ഭരണ നേട്ടമായി ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന പദ്ധതി സ്വന്തം പാർട്ടിയിലെ ചില നേതാക്കളുടെ എതിർപ്പിനെ തുടർന്ന് ഒഴിവാക്കിയ നടപടി അടിയന്തരമായി പുനഃപരിശോധിച്ചില്ലെങ്കിൽ പൊതുജനം പ്രതിഷേധവുമായി രംഗത്തെത്താനാണ് സാധ്യത. ന്യൂസ് ബ്യൂറോ അഞ്ചൽ. JS ഫാഷൻ ജ്വല്ലേഴ്സ് SBT ബാങ്കിന് സമീപം അഞ്ചൽ. 916 വിലയ്ക്ക് BS ഹോൾമാർക്ക് സ്വർണ്ണം ലഭിക്കുന്ന അഞ്ചലിലെ ഏക സ്ഥാപനം. മോസ്റ്റ് മോഡേൺ ഫാഷൻ സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. JS ഫാഷൻ ജ്വല്ലേഴ്സ് അഞ്ചൽ. ഫോൺ 9847999874. വധുവരന്മാർക്ക് അണിഞ്ഞൊരുങ്ങുവാൻ ന്യൂ ഫാഷൻ വസ്ത്രങ്ങളുടെ അമൂല്യ ശേഖരവുമായി ഞങ്ങളുടെ സഹോദര സ്ഥാപനം JS വെഡിംഗ് പാലസ് അഞ്ചൽ. ഒറിജിനൽ പട്ടുസാരികൾ, കേരള സാരികൾ, ലാച്ചുകൾ, ചുരിദാറുകൾ, മേൽത്തരം കമ്പനികളുടെ ഷർട്ടുകൾ, മുണ്ടുകൾ, കിഡ്സ് വെയർ, എല്ലാത്തരം വസ്ത്രങ്ങളും ഏറ്റവും കുറഞ്ഞ വിലയിൽ. The awesome collection of ready-made wear. JS Wedding Palace, Anjal. Phone 0475227719. വ്രതശുദ്ധിയുടെ നാളുകൾക്കൊടുവിൽ സന്തോഷത്തിന്റെയും സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഒരു പെരുന്നാൾ കൂടി വന്നെത്തിയിരിക്കുന്നു. ഇത്തവണ പെരുന്നാളിനെ കൂടുതൽ മനോഹരമാക്കുവാൻ വിപുലവും വർണ്ണാഭവുമായ പുതുപുത്തൻ മെൻസ്, ലേഡീസ്, കിഡ്സ് ട്രെൻഡി കളക്ഷൻസുമായി JS വെഡിംഗ് പാലസും ഒരുങ്ങിക്കഴിഞ്ഞു. ഏവർക്കും JS ഗ്രൂപ്പിന്റെ റംസാൻ ആശംസകൾ. KMK ആയുർവേദ കമ്മ്യൂണിറ്റി കോളേജ്, KMK ഹോസ്പിറ്റൽ കോംപ്ലക്സ്, കുന്നിക്കോട് PU, കൊല്ലം. 1 വർഷം കൊണ്ട് ജോലി നേടുവാൻ ആയുർവേദ നഴ്സിംഗ് 62 വർഷത്തെ ചികിത്സാ പാരമ്പര്യമുള്ള ഡോക്ടർ K മൊയ്തീൻ കുഞ്ഞിലബയുടെ മേൽനോട്ടത്തിൽ കുന്നിക്കോട് KMK ആയുർവേദ ആശുപത്രിയിൽ
കഴിഞ്ഞ 13 വർഷമായി ആയുർവേദ നഴ്സിംഗ് ആൻഡ് പഞ്ചകർമ്മ കോഴ്സ് നടത്തിവരുന്നു. ഈ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ക്ലാസുകൾ ഉടൻ ആരംഭിക്കുന്നു. പ്രശസ്തരായ അധ്യാപകർ ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നു. ഉന്നത നിലവാരമുള്ള പ്രാക്ടിക്കൽ സൗകര്യം, ബൃഹത്തായ ലൈബ്രറി, ഔഷധത്തോട്ടം, ഔഷധ നിർമ്മാണശാല, ആയുർവേദത്തെക്കുറിച്ച് സമഗ്ര അറിവ് നൽകുന്ന പാഠ്യപദ്ധതി, സ്പോക്കൺ ഇംഗ്ലീഷ്, കമ്പ്യൂട്ടർ പരിശീലനം, യോഗ, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, മികച്ച താമസ ഭക്ഷണ സൗകര്യം തുടങ്ങിയവ ഞങ്ങളുടെ മാത്രം പ്രത്യേകത. ഇവിടെ പഠനം പൂർത്തിയാക്കുന്ന എല്ലാവർക്കും ജോലി ഉറപ്പു നൽകുന്നു. KMK ആയുർവേദ കമ്മ്യൂണിറ്റി കോളേജ്, KMK ഹോസ്പിറ്റൽ കോംപ്ലക്സ്, കുന്നിക്കോട് PO, കൊല്ലം. ഫോൺ 0492322728. മൊബൈൽ 9995444173 9995244173. പവിത്രമായ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാകുന്നത് സ്വപ്നം കാണാത്തവരാരുണ്ട്? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ഏവർക്കും സ്വാഗതം. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. എടാ, നിന്നെപ്പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. തോട്ടുകടവിൽ ട്രേഡേഴ്സ്, MLA റോഡ്, പുനലൂർ. പ്യാരിവെയർ, സാൻസീറ, ജോൺസൺ, ലെറ്റ് തുടങ്ങിയ കമ്പനികളുടെ സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, വിവിധയിനം ഫാൻസി ലൈറ്റുകൾ, പാനസോണിക് AC-യുടെ അംഗീകൃത ഡീലർ, കിച്ചൺ കബോർഡ് ആക്സസറീസ്. തോട്ടുകടവിൽ ട്രേഡേഴ്സ്, MLA റോഡ്, പുനലൂർ. ഫോൺ 0475221205. വൈറ്റ് പേൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ, മെയിൻ റോഡ്, പുനലൂർ. സാരി, ചുരിദാർ മെറ്റീരിയൽസ്, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, പാർട്ടി വെയർ തുടങ്ങി ക്വാളിറ്റി ടെക്സ്റ്റൈൽസ് ഉൽപ്പന്നങ്ങൾ. വൈറ്റ് പേൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ, മെയിൻ റോഡ്, പുനലൂർ. മഴക്കാല പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ശുചീകരണ പ്രവർത്തനം നടത്തിയ ഡിവൈഎഫ്ഐ പ്രവർത്തകർ മാതൃകയായി. പത്തനാപുരം KSRTC ഡിപ്പോയിലാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ശുചീകരിച്ചത്. പത്തനാപുരം KSRTC ബസ് സ്റ്റാൻഡിലാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ശുചീകരണ പ്രവർത്തനം നടത്തിയത്. രാവിലെ ആരംഭിച്ച ശുചീകരണം വൈകുന്നേരം വരെ നീണ്ടുനിന്നു. ചെളിക്കുണ്ടായി കിടന്ന KSRTC ഗാരേജും പരിസരവും വൃത്തിയാക്കി. കൊതുകു ശല്യത്തിനും ദുർഗന്ധം ഉണ്ടാകാതിരിക്കാനുമായി ബ്ലീച്ചിംഗ് പൗഡറും വിതറി. ശേഖരിച്ച മാലിന്യങ്ങൾ ഗ്രാമപഞ്ചായത്തിന്റെ മാലിന്യ സംസ്കരണ പ്ലാന്റിൽ നിക്ഷേപിച്ചു. CPM ഏരിയ സെക്രട്ടറി N ജഗദീശൻ ശുചീകരണ പ്രവർത്തനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ജനങ്ങൾ മുന്നേറുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഈ കേരളത്തിൽ ഇപ്പോൾ കടന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന മാരകമായ അസുഖത്തിൽ നിന്ന് മോചനം നേടുവാൻ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാക്കുവാനെ കൊണ്ടും പരിസരങ്ങൾ ശുചീകരിക്കുവാനെ കൊണ്ടുള്ള എല്ലാ പ്രവർത്തനവും എല്ലാവരും ഏർപ്പെടണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അഭിവാദനങ്ങൾ. ആശുപത്രികളിലെത്തുന്ന രോഗികൾക്ക് സഹായവുമായി ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ ഹെൽപ്പ് ഡെസ്ക് സംവിധാനം ആരംഭിക്കുമെന്ന് ബ്ലോക്ക് പ്രസിഡന്റ് രതീഷ് ചേകം പറഞ്ഞു. ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി RL വിഷ്ണുകുമാർ, ഇജാസ്, അമീർ എന്നിവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. അപകടത്തിൽ മരിച്ച യുവാവിന്റെ കുടുംബത്തിന് നാട്ടുകാരുടെ ധനസഹായം. കുന്നിക്കോട് പച്ചിലവളവിൽ വാഹനാപകടത്തിൽ മരിച്ച ഷെറീഫിന്റെ കുടുംബത്തിന് ധനസഹായം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നജീബ് മുഹമ്മദ് കൈമാറി. കുന്നിക്കോട്ട് വച്ചുണ്ടായ വാഹനാപകടത്തിൽ മരിച്ച പത്തനാപുരം മലങ്കാവ് ലക്ഷം വീട് കോളനിയിലെ ഷെരീഫിന്റെ കുടുംബത്തെ സഹായിക്കാനായി നാട്ടുകാരുടെ സഹകരണത്തോടെ പ്രദേശത്തെ പൊതുപ്രവർത്തകർ സമാഹരിച്ച തുക പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് H നജീബ് മുഹമ്മദ് ഷെരീഫിന്റെ മക്കൾക്ക് കൈമാറി. നമുക്ക് ബാങ്കിലുണ്ട്. പെൺകുട്ടിയുടെ പേര് 1 ലക്ഷം രൂപയും ആ കുട്ടിക്ക് പറഞ്ഞ പോലെ 18 വയസ്സാകുമ്പോൾ 2 ലക്ഷം രൂപ കിട്ടും. അതിന് മോനും സാധ്യതയുണ്ട്. കാരണം നമുക്ക് ഒന്നാക്കാൻ പറ്റും. കാരണം നമ്മൾ ഈ ആംബുലൻസുകാരനോട് സംസാരിച്ച് അത് 10,000 രൂപ അങ്ങനെ അവൻ്റെ പൈസ വേണമെന്ന് പറഞ്ഞാൽ പോകുന്നതാണ്. ഞാനവരോട് സംസാരിച്ചാൽ ചിലപ്പോൾ കുറച്ച് പൈസ അവൻ്റെ കിട്ടും. പിന്നെ ഇനി ആരെങ്കിലും തരാമെന്ന് വാങ്ങിച്ചാൽ ഒരു 2 ലക്ഷം ആ പയ്യൻ മോൻ്റെ പേരിൽ കൂടി 1 ലക്ഷം ഇടാൻ പറ്റും. ഒക്കെ ഉണ്ട്. 3 മാസങ്ങൾക്ക് മുമ്പാണ് നാടിനെ നടുക്കിയ ദുരന്തം സംഭവിച്ചത്. ഒരേ കുടുംബത്തിലെ 4 പേർ വാഹനാപകടത്തിൽ മരണപ്പെട്ടിരുന്നു. കുടുംബത്തിന്റെ ഏക പ്രതീക്ഷയും ആശ്രയവുമായിരുന്നു മരണപ്പെട്ട ഷെരീഫ്. ഷെരീഫിന്റെ നിർധന കുടുംബത്തെ സഹായിക്കുന്നതിനായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് H നജീബ് മുഹമ്മദ് ചെയർമാനും പൊതുപ്രവർത്തകനായ ഷാജഹാൻ കൺവീനറുമായി പ്രവർത്തിച്ച സംഘം നാട്ടുകാരുടെ സഹായത്തോടെ കുടുംബസഹായ നിധി സ്വരൂപിച്ചു. ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ പ്രദേശവാസികൾ നിർലോഭമായ സഹകരണമാണ് നൽകിയതെന്ന് സംഘാടകർ പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മിനി ഷാജഹാൻ,
ഗ്രാമപഞ്ചായത്ത് അംഗം അജിത ബീഗം, പൊതുപ്രവർത്തകരായ ഷാനവാസ് ഖാൻ, താഹ ഖാൻ, തുളസി, ഷംനാദ് എന്നിവരും കാരുണ്യനിധിയുടെ വിജയത്തിനായി സജീവമായി പ്രവർത്തിച്ചു. ഗൃഹനാഥന്റെ വിയോഗത്തോടെ ആശ്രയം നഷ്ടപ്പെട്ട കുടുംബത്തിന് പൊതുപ്രവർത്തകർ സമാഹരിച്ചു നൽകിയ ധനസഹായം ഏറെ ആശ്വാസമായി. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. LDF സർക്കാർ സമസ്ത മേഖലകളിലും പരാജയമെന്ന് DCC പ്രസിഡന്റ് ബിന്ദു കൃഷ്ണ. UDF പത്തനാപുരം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന രാഷ്ട്രീയ വിശദീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു DCC പ്രസിഡന്റ്. എല്ലാം ശരിയായ വർഷമല്ല, ഒന്നും ശരിയാകാത്ത വർഷമാണ് പിന്നിട്ടുപോയതെന്നും വരാൻ പോകുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായ ശക്തമായ ജനകീയ പ്രക്ഷോഭമാണെന്നും DCC പ്രസിഡന്റ് ബിന്ദു കൃഷ്ണ പറഞ്ഞു. CPM ഗവൺമെന്റ് നെറികെട്ട നയത്തിനെതിരായിട്ട് കേരളത്തിലുടനീളം ഐക്യജനാധിപത്യ മുന്നണി പ്രസ്ഥാനത്തിന്റെ പേരില് നേതൃത്വത്തിൽ ഇതുപോലെയുള്ള ജനകീയ സദസ്സുകൾ ഞങ്ങൾ നടത്തുകയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് നിങ്ങൾ LDF ഇവിടെ ഈ പത്തനാപുരം അടക്കമുള്ള പ്രദേശങ്ങളിൽ പറഞ്ഞു ബാർ കോഴ വാങ്ങിച്ചു, ബാറിന്റെ പേരിൽ കോഴ വാങ്ങിച്ചു. ഏറ്റവും മുഖ്യമായ ആരോപണം ഉന്നയിച്ച ശ്രീ KM മാണി ഇന്ന് LDFന്റെ നേതാക്കന്മാരുടെ മടിത്തട്ടിൽ താരാട്ട് കേട്ടുറങ്ങുന്ന കാഴ്ചയാണ് നാം കണ്ടത്. അന്തസ്സുണ്ടെങ്കിൽ, നാണമുണ്ട് എങ്കിൽ ശ്രീ KM മാണിക്കെതിരായിട്ട് നിങ്ങൾ പറഞ്ഞ ആരോപണങ്ങൾ നിലനിൽക്കുമ്പോൾ അത് പിൻവലിക്കാതെ KM മാണിയെ ഇടത്തും വലത്തും ഇരുത്തിക്കൊണ്ട് UDFനെതിരെ ആക്ഷേപം ചൊരിയുന്ന നിങ്ങൾ അന്ന് UDFനെതിരെ പറഞ്ഞ ആരോപണങ്ങൾ പിൻവലിക്കുവാൻ തയ്യാറാകണം. അതാണ് രാഷ്ട്രീയ മര്യാദ. പിൻവലിക്കാൻ തയ്യാറാകാതെ കേരളത്തിന്റെ ചരിത്രത്തിൽ മാത്രമല്ല ലോകത്തിന്റെ ചരിത്രത്തിൽ കേട്ടുകേഴ്വിയില്ലാത്ത നിലയിലേക്ക് ബാർ പൂട്ടിയ ആളുകൾക്ക് കോഴ കൊടുത്തു എന്ന ഒരല്പം പോലും വിശ്വസിക്കാൻ പറ്റാത്ത കള്ളം പറഞ്ഞുകൊണ്ട് ഒരു ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ ശ്രമിച്ച നിങ്ങള് ഇന്ന് കേരളത്തെ മദ്യത്തിൽ മുക്കിക്കൊല്ലാൻ ശ്രമിക്കുന്നു. അങ്ങനെ മദ്യത്തിൽ മുക്കിക്കൊല്ലുവാനുള്ള നിങ്ങളെ ശ്രമങ്ങളോട് ഒത്താശ പാടുവാൻ നമുക്ക് കഴിയില്ല. ജൂലൈ മാസം 1-ാം തീയതി കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിലുള്ള ബാറുകൾ തുറക്കുകയാണ്. ബാർ മുതലാളിമാർക്ക് കോടികൾ കൊയ്യുവാനുള്ള അവസരമല്ലാതെ കേരളത്തിലെ സാധാരണക്കാർക്ക് എന്ത് ഗുണമാണ് അതുകൊണ്ട്? സംസ്ഥാന സർക്കാർ ജനജീവിതം ദുസ്സഹമാക്കുമ്പോൾ കേന്ദ്ര സർക്കാർ വർഗീയ സമീപനങ്ങളിലൂടെ രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കുകയാണെന്നും ബിന്ദു കൃഷ്ണ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. പത്തനാപുരം സെൻട്രൽ ജംഗ്ഷനിൽ വെച്ച് നടന്ന പൊതുസമ്മേളനത്തിൽ UDF നിയോജകമണ്ഡലം ചെയർമാൻ ബാബു മാത്യു അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി G രതികുമാർ, KPCC സംസ്ഥാന നിർവാഹക സമിതി അംഗം CR നജീബ്, DCC സെക്രട്ടറിമാരായ ബാബു മാത്യു, പള്ളിത്തോപ്പിൽ ഷിബു, UDF കൺവീനർ CK രാധാകൃഷ്ണൻ, മുസ്ലിം ലീഗ് നേതാക്കളായ പച്ചില ശംസുദ്ദീൻ, പുന്നല ഇബ്രാഹിം കുട്ടി, ഉസ്മാൻ സാഹിബ്, RSP നേതാവ് സുരേഷ് കുമാർ, കോൺഗ്രസ് നേതാക്കളായ R പത്മഗിരീഷ്, ചെമ്പനരുവി മുരളീധരൻ, ചേത്തടി ശശി, കുന്നിക്കോട് ഷാജഹാൻ, S ഷാജഹാൻ, MA സലാം, ശശികല മോഹൻ, ലതാ C നായർ, JL നസീർ, വർഗീസ് കരിക്കം, കറവൂർ സുരേഷ്, പുന്നല ഉല്ലാസ് കുമാർ, മനോഹരൻ നായർ, വിജയരാജൻ പിള്ള, സരോജനി ബാബു എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് ഹൈസ്കൂളിൽ ജൈവ വൈവിധ്യ ഉദ്യാനം സ്ഥാപിക്കുന്നു. വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും പങ്കാളിത്തത്തോടെയാണ് ഉദ്യാനം നിർമ്മിക്കുന്നത്. പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് ഹൈസ്കൂൾ അങ്കണത്തിൽ നവനീതം സംസ്കൃത ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ജൈവ വൈവിധ്യ ഉദ്യാനം സൃഷ്ടിക്കുന്നു. വൈവിധ്യമാർന്ന ചെടികളും ചെറു മരത്തൈകളുമെല്ലാം സ്കൂൾ മുറ്റത്തെ പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്തെ കൊച്ചുകൂട്ടുകാർ വച്ചുപിടിപ്പിച്ചു. കൃഷിയുടെയും പരിസ്ഥിതി സംരക്ഷണത്തിന്റെയും മഹത്വവും പ്രാധാന്യവും കൊച്ചുകൂട്ടുകാർക്ക് പകർന്നു നൽകാൻ ഇത്തരം പ്രവണതകൾക്ക് കഴിയുമെന്ന് ദേറ സെക്രട്ടറി റവറൻ ഫാദർ KV പോൾ പറഞ്ഞു. ഇന്ന് സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് ഈ സ്ഥലം പ്രത്യേകമായി വേർതിരിച്ച് ചെടികളും മരങ്ങളൊക്കെ വെച്ചുപിടിപ്പിക്കുന്ന ഒരു സംരംഭത്തിന് തുടക്കം കുറിക്കുകയാണ്. ഹെഡ് മാസ്റ്റർ അലക്സ് ഡാനിയേൽ, സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് സിനി ജയകുമാർ തുടങ്ങിയവരും ചടങ്ങിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പ്രധാന വാർത്തകളിലൂടെ വീണ്ടും. കൃത്യമായി ജോലിക്ക് ഹാജരാകാതിരുന്ന ഡോക്ടറെ ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും ചേർന്ന് തടഞ്ഞുവെച്ചു. അച്ചൻകോവിൽ പ്രൈമറി ഹെൽത്ത് സെന്ററിലെ ഡോക്ടറെയാണ് തടഞ്ഞുവെച്ചത്. അഞ്ചലിൽ 40 ലക്ഷം മുടക്കി നിർമ്മിച്ച മത്സ്യവിപണന കേന്ദ്രം പൂട്ടി. പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. LDF സർക്കാർ സമസ്ത മേഖലകളിലും പരാജയമെന്ന് DCC പ്രസിഡന്റ് ബിന്ദു കൃഷ്ണ. പത്തനാപുരത്ത് നടന്ന രാഷ്ട്രീയ വിശദീകരണ യോഗത്തിലാണ് DCC പ്രസിഡന്റ് ആരോപണം ഉന്നയിച്ചത്. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും ലൈവ് വാർത്തകൾക്കും സന്ദർശിക്കുക. നമസ്കാരം.
BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം വിജയകൃഷ്ണ ജുവല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം. അഞ്ചൽ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ ആതുര സേവനത്തിന്റെ 62ാം വർഷത്തിളക്കത്തിൽ. ചികിത്സ തേടി ഇനി ദൂരേക്ക് പോകേണ്ടതില്ല. മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലുള്ള എല്ലാത്തരം രോഗങ്ങൾക്കും പ്രതിവിധി നൽകുന്നു. ഡയാലിസിസ് യൂണിറ്റ്, ബ്ലഡ് ബാങ്ക്, ക്ലിനിക്കൽ ലാബ്, ന്യൂറോ ICU, കാർഡിയക് ICU, സർജിക്കൽ ICU മുതലായ നൂതന സൗകര്യങ്ങളോടുകൂടിയ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ അഞ്ചലിന്റെ ഹൃദയഭാഗത്തായി ശോഭിക്കുന്നു. കോളേജ് പുനലൂർ. പുനലൂർ പട്ടണത്തിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠനം നടത്തുന്നതും ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ പരീക്ഷാ വിജയികളാക്കുന്നതുമായ വിദ്യാഭ്യാസ സ്ഥാപനം ചാപ്റ്റർ കോളേജ്. ഹയർ സെക്കൻഡറി തലം മുതൽ ബിരുദാനന്തര തലം വരെ ക്ലാസുകൾ നടത്തപ്പെടുന്ന സ്ഥാപനം. പ്രഗത്ഭരും പരിചയസമ്പന്നരുമായ അധ്യാപകർ ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നു. കേരള MG യൂണിവേഴ്സിറ്റികളുടെ PG, ഡിഗ്രി കോഴ്സുകളും മധുരൈ കാമരാജ് യൂണിവേഴ്സിറ്റിയുടെ വിദൂര പഠന കോഴ്സുകളും നടത്തപ്പെടുന്നു. മികച്ച അധ്യയനം, തികഞ്ഞ അച്ചടക്കം, ഉന്നത വിജയം, രക്ഷകർത്താക്കളുമായുള്ള നിരന്തര സമ്പർക്കം, കൃത്യമായ ഇടവേളകളിൽ പരീക്ഷകൾ, മോഡൽ പരീക്ഷകൾ. സാമൂഹിക സാംസ്കാരിക രംഗത്തും കഴിഞ്ഞ 12 വർഷക്കാലമായി തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് ചാപ്റ്റർ കോളേജ് അതിന്റെ ജൈത്രയാത്ര തുടരുന്നു. ചാപ്റ്റർ കോളേജ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, പുനലൂർ. ഫോൺ 0475 222 9454 960 515. പി ചന്ദ്രശേഖരൻ നായർ, ഹാർഡ്വെയർ മർച്ചന്റ്, കാരുണ്യ മാർബിൾസ്, ഗ്രാനൈറ്റ്സ് ആൻഡ് വെട്രിഫൈഡ് ടൈൽസ്, കല്ലുംകടവ്, പത്തനാപുരം. ഫോൺ 0475 235 2698. പത്തനാപുരത്തും സമീപ പ്രദേശങ്ങളിലുമുള്ള ജനങ്ങളെ സംതൃപ്തരാക്കിക്കൊണ്ട് ഞങ്ങൾ 24 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഒരു വീടിനാവശ്യമായ എല്ലാവിധ സാധനങ്ങളും മിതമായ വിലയ്ക്ക് നൽകുന്ന പത്തനാപുരത്തെ ഏക സ്ഥാപനം പി ചന്ദ്രശേഖരൻ നായർ, ഹാർഡ്വെയർ മർച്ചന്റ്.